ഹലോ നമസ്കാരം. നമ്മളിന്ന് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല ഒരു രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ മഴയും ഒക്കെ അല്ലേ, ഭയങ്കര മഴയും ഇടിയും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ നല്ലൊരു രസം എന്ന് പറഞ്ഞാൽ അതിന് പണ്ടെല്ലാം ആൾക്കാർ പറയുന്ന പിഴിഞ്ഞുപുളി എന്നാണ്. പിഴിഞ്ഞുപുളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുളിയാണ് അതിൻ്റെ ഒരു മെയിൻ ഇത്. നമുക്കത് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ: കുറച്ച് വെളുത്തുള്ളി ഞാൻ കൊച്ചായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ, കുരുമുളക്, പുളി, ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. വേണമെങ്കിൽ നമുക്കൊരു സ്വല്പം മുളക് പൊടി കൂടി, കായപ്പൊടിയും വേണമേ. നമുക്കിതിലേക്ക് ഉലുവയൊക്കെ നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ ഒരു സ്വല്പം ഉലുവ കൂടി ഇതിനകത്ത്, ഉലുവയും കടുകും കൂടിയിട്ട് ഇതൊന്ന് ചൂടാക്കുമ്പോൾ നമുക്കതിലേക്ക് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കും. ഞാൻ ഇതിന് എത്ര പുളി എടുത്തു എന്ന് പറഞ്ഞില്ലല്ലോ. അതാ ഒരു കഷ്ണം പുളിയാണ്, വലിയൊരു കഷ്ണം പുളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ കടുക് വറുക്കാൻ മുളകൊക്കെ ഇട്ട്, കടുകിട്ട്, ഉലുവ ഇട്ടു. അപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു സ്വല്പം ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് മതിയേ. ഇതിന് കൂടുതലൊന്നും ഇതൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി. ഞാനിതിന് മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ, മല്ലിപ്പൊടി ഇടത്തില്ല ഇതിന്. ഇത് വെറും പിഴിഞ്ഞുള്ളിയാണ്. കായപ്പൊടി നമുക്ക് ലാസ്റ്റ് ഇട്ടാലും മതി. ഇത് ഇത്രയും കൂടി ഒന്ന് ഇളക്കി നമുക്ക് ഈ വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. എല്ലാം ഇട്ടു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഈ പുളി പിഴിഞ്ഞത് ഒഴിച്ചു. ഇത് കളറൊക്കെ കണ്ടില്ലേ. ഇത് പിഴിഞ്ഞൊഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാമേ. ഇത് നമുക്ക് ഈസിയാണ്, ഒരു 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാൻ. നമ്മൾ രാത്രി ഇപ്പം പുളിശ്ശേരി ഒന്നുമില്ല, നമുക്ക് ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കണം, നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാവുന്നു. അതിൻ്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അടിപൊളി രുചിയാണ്. അപ്പോൾ ഇതിൽ കിടന്നൊന്ന് തിളയ്ക്കണം. തിളച്ച് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി, നമ്മളിവിടെ പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളക് പൊടി കൂടി ഇട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ എടുക്കാവുന്നതാണ്. നമ്മൾ ചോറ് ഒഴിക്കുമ്പോഴേ തന്നെ നമുക്കിതിൻ്റെ മണമൊക്കെ നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയാണിത്. ഇതിൽ പല ഐറ്റം ഇടുന്നവരുണ്ട്. തക്കാളി, അത് വേറെ ഒരു ഇത് വെറും പിഴിഞ്ഞുപുളി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് സാധാരണഗതിയിൽ ഇതുപോലും ഇടത്തില്ല, മുളക് പൊടി പോലും ചിലരിടാറില്ല, കുരുമുളക് പൊടി മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമുക്കത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇച്ചിരി തിളയ്ക്കാറായിട്ടുണ്ട്. ഇച്ചിരി കുരുമുളകിൻ്റെ കൂടെ ടേസ്റ്റ് ഇറങ്ങണ്ടേ, ഇച്ചിരി കുരുമുളകൊക്കെ ഇച്ചിരി ചൊവ്വയിടാം. മഴക്കാലമൊക്കെ അല്ലേ, വയറിനൊക്കെ നല്ല അതിട്ടാണ്. അടിപൊളി രുചിയുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കും. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രുചി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഇത് പറയണേ. ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ മല്ലിപ്പൊടിയും കൂടി ഇല്ലാത്തത് കൊണ്ട്, മല്ലിപ്പൊടി ഇടുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് വരും. നമുക്ക് മല്ലിപ്പൊടി ഇല്ല, മല്ലിപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ വേറൊരു ടേസ്റ്റാണ്. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും കായപ്പൊടിയുടെയും. കുരുമുളക് പൊടിയും കായപ്പൊടിയൊക്കെ തന്നെ നല്ലതല്ലേ. നമുക്കിതിലേക്ക് പുളിയൊക്കെ ഇത്തിരി കൂടെ വേണ്ടുന്നവർക്ക് വേണ്ടുന്ന രീതിയിൽ, കുറച്ചും കൂടെ പുളി വേണ്ടുന്നവരാണെങ്കിൽ സ്വല്പം കൂടെ നമുക്ക് പുളി ചേർക്കാം. ഞാൻ ഇത്രയും വെള്ളത്തിന് ഞാൻ ഈ ഒരു പുളിയാണ് എടുത്തിരുന്നത്. ഇത്രയും പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് പിന്നെ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കളറും ഒക്കെ ഒന്ന് കണ്ടില്ലേ. ഞാനിത് ഇച്ചിരി ചോറിലേക്ക് ഒഴിക്കുകയാണേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. അപ്പോൾ ഇത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു പിഴിഞ്ഞുപുളി എന്നാണ് ഇതിൻ്റെ പേര്. ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.
എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഭയങ്കര മഴയും ഇടിയാണ്. എല്ലാവർക്കും നന്ദി.